പ്രമേഹമുള്ള ആളുകളിൽ ഉണ്ടാകുന്ന സന്ധിവേദന, ജോയിന്റ് പെയിൻ, അല്ലെങ്കിൽ അവരുടെ അസ്ഥിയുടെ കട്ടി കുറഞ്ഞു വരും. അങ്ങനെ കാല് വളയാം, അല്ലെങ്കിൽ കാൽപാദത്തിന്റെ ഒരു ഘടന, ഒരു ഷേപ്പ് ഒക്കെ മാറി വരാം. അപ്പൊ ഇതെന്താണ്, ഇതിന് ആയുർവേദത്തിലുള്ള പരിഹാരം എന്താണ്? ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. രക്തക്കുഴലുകളിൽ അടവ് സംഭവിക്കും പ്രമേഹമുള്ള ആളുകളിൽ. ഇപ്പൊ ഈ അസ്ഥികൾക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലിന് അടവ് സംഭവിച്ചാൽ എന്ത് പറ്റും? അസ്ഥികൾക്ക് കൃത്യമായിട്ട് പോഷകങ്ങൾ എത്തില്ല, അസ്ഥിയുടെ കട്ടി, ഡെൻസിറ്റി കുറഞ്ഞു വരും. അതിനോടൊപ്പം ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കാത്തതും അസ്ഥിയുടെ കട്ടി കുറയുന്നതിന് കാരണമാണ്. ഇത് സന്ധിവേദന ഉണ്ടാവും, ജോയിന്റ് പെയിൻ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ കാല് വളയും, അല്ലെങ്കിൽ കാൽപാദത്തിന്റെ ഒരു ഘടന, അതിന്റെ ഷേപ്പ് ഒക്കെ മാറി വരും. ഈ കാൽപാദത്തിന്റെ ഷേപ്പ് മാറുന്നതാണ് പിന്നീട് കാൽപാദത്തിൽ ഈ വ്രണങ്ങൾ ഉണ്ടാകും, ഡയബറ്റിക് അൾസർ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. അപ്പൊ ഇതിന് ആയുർവേദത്തിൽ ചെയ്തു വരുന്ന ചികിത്സ രക്തയോട്ടം ഇംപ്രൂവ് ചെയ്യണം ശരീരത്തിൽ. അതിന് നമ്മൾ ഈ മരുന്നുകളൊക്കെ ഇട്ട് കാച്ചിയ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എണ്ണകൾ കൊണ്ട് അഭ്യംഗം ചെയ്യും, അതായത് ബോഡി മസാജ്. അതിനോടൊപ്പം തന്നെ കിഴികൾ, ഇപ്പൊ ഇലക്കിഴികൾ പോലുള്ളവ വളരെ എഫക്റ്റീവാണ്. പക്ഷെ കിഴി ചെയ്യുമ്പോൾ എപ്പോഴും പ്രമേഹമുള്ള ആളുകൾ ശ്രദ്ധിക്കണം. ഇതിനോടൊപ്പം തന്നെ ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്നുകളുണ്ട്. ഇപ്പൊ മാംസരസ പ്രയോഗങ്ങൾ, അതുപോലെ തന്നെ ചില മരുന്നുകളുണ്ട് ഈ അസ്ഥിയുടെ കട്ടി കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന. ഇതുപോലുള്ള മരുന്നുകൾ ഉള്ളിലേക്ക് കൊടുക്കും. ഇതിനോടൊപ്പം എക്സർസൈസുകളുണ്ട്. ചെറിയ വെയിറ്റ് എടുത്തിട്ടുള്ള എക്സർസൈസുകളാണ് എപ്പോഴും ഈ അസ്ഥിയുടെ ബലം കൂട്ടാൻ സഹായിക്കുന്നത്. ഇതിനോടൊപ്പം പ്രമേഹം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയുർവേദത്തിലുണ്ട്. നമുക്ക് ഈ സന്ധിവേദന കുറച്ചു കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇങ്ങനെ കാലുകൾ വളഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് പ്രതിരോധിക്കാനും, അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാനും ഒക്കെ സാധിക്കും ആയുർവേദ ചികിത്സയിലൂടെ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കാവുന്നതാണ്.